പ്രൈസ് ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ചെറിയൊരു ചിന്ത പങ്കുവയ്ക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. ഉയർത്തെഴുന്നേറ്റതായ യേശുക്രിസ്തു 40 നാളോളം നിരവധി വ്യക്തിജീവിതങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടു. കൂട്ടത്തിൽ ശിമോൻ പത്രോസിനും മറ്റു ചില ശിഷ്യന്മാർക്കും യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു. ഉയർത്തെഴുന്നേറ്റതായ യേശുക്രിസ്തു ശിമോൻ പത്രോസിനോട് ഇപ്രകാരം ഒരു ചോദ്യം ഉന്നയിക്കുകയുണ്ടായി: യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അതിന് ശിമോൻ പത്രോസിന്റെ പ്രതികരണം എന്തായിരുന്നുവെന്നറിയണ്ടേ? ഓവ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നല്ല പറഞ്ഞത്, മറിച്ച് എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് പ്രതികരിക്കുവാൻ ഇടയായിത്തീർന്നു. യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചിരിക്കുന്ന ഒരു ക്രിസ്തു ഭക്ത എല്ലാറ്റിലും ഉപരിയായി കർത്താവിനെ സ്നേഹിക്കുവാൻ തയ്യാറാകണം. യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷാ വേളയിൽ ശിഷ്യന്മാരെ ഈരണ്ടായി സുവിശേഷ പ്രവർത്തനത്തിനായി അയക്കുമ്പോൾ അവരോട് ഇപ്രകാരം പറയുകയുണ്ടായി: എന്നേക്കാൾ അധികമായി അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികമായി മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവരും എനിക്ക് യോഗ്യനല്ല. മാതാപിതാക്കളെ സ്നേഹിക്കേണ്ട എന്നല്ല, തലമുറകളെ സ്നേഹിക്കേണ്ട എന്നല്ല, മറിച്ച് മാതാപിതാക്കളിൽ ഉപരിയായി, തലമുറകളിൽ ഉപരിയായി, വസ്തുവകകളിൽ ഉപരിയായി, സ്ഥാനമാനങ്ങളിൽ ഉപരിയായി, എന്തിനേക്കാളും ഏതിനേക്കാളും എല്ലാറ്റിലും ഉപരിയായി കർത്താവിനെ സ്നേഹിക്കുവാൻ തയ്യാറാകണം. കർത്താവിനെ സ്നേഹിക്കണം എന്നത് കർത്താവിൻ്റെ മുഖ്യ കൽപ്പനകളിൽപ്പെടുന്ന ഒന്നായിട്ടാണ് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. ഒരവസരത്തിൽ ശാസ്ത്രിമാരിൽ ഒരുവൻ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് യേശുക്രിസ്തുവിനോട് ഇപ്രകാരം ഒരു ചോദ്യം ഉന്നയിക്കുകയുണ്ടായി: എല്ലാറ്റിനും മുഖ്യ കൽപ്പന ഏതാണ്? അതിന് യേശുക്രിസ്തു ഇപ്രകാരം പ്രതികരിക്കുകയുണ്ടായി: ഒന്ന്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം. 2, നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. 1, ദൈവത്തെ സ്നേഹിക്കണം. 2, ദൈവ സൃഷ്ടിയായിരിക്കുന്ന മനുഷ്യനെ സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കണം എന്നത് ദൈവത്തിൻ്റെ മുഖ്യ കൽപ്പനകളിൽപ്പെടുന്ന ഒന്നായിട്ടാണ് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. കർത്താവിൻ്റെ കൽപ്പന പ്രകാരം കർത്താവിനെ സ്നേഹിക്കുവാൻ തയ്യാറാകുമ്പോൾ കർത്താവ് നമ്മെയും സ്നേഹിക്കും. ജ്ഞാനികളിൽ ജ്ഞാനിയായിരുന്ന ശലോമോനിലൂടെ കർത്താവ് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു: എന്നെ സ്നേഹിക്കുന്നവരെ ഞാനും സ്നേഹിക്കുന്നു. എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും. എൻ്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തും ധാരാളമായുണ്ട്. ശ്രദ്ധിക്കണമേ, ഒരു കാര്യം വളരെ വ്യക്തമാണ്: നാം കർത്താവിനെ സ്നേഹിക്കുവാൻ തയ്യാറാകുമ്പോൾ കർത്താവ് നമ്മെയും സ്നേഹിക്കും. ഒരു ഉദാഹരണത്തിലൂടെ ഒന്നുകൂടെ വ്യക്തമാക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുന്നു. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള ഏതാനും ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ, ബഥാന്യയിലെ മാർത്തയും മറിയയും അവരുടെ സഹോദരനായിരുന്ന ലാസറും യേശുക്രിസ്തുവിനെ സ്നേഹിച്ചു. തുടർന്ന് എന്ത് സംഭവിച്ചു എന്നറിയണ്ടേ? യേശുക്രിസ്തു അവരെയും സ്നേഹിച്ചു. ശ്രദ്ധിക്കണമേ, നാം കർത്താവിനെ സ്നേഹിക്കുമ്പോൾ കർത്താവ് നമ്മെയും സ്നേഹിക്കും. കർത്താവുമായുള്ള ബന്ധത്തിൽ നാം എങ്ങനെയായിരിക്കുന്നുവോ കർത്താവ് നമ്മോട് അപ്രകാരമായിരിക്കും. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. ഈ ദിവസങ്ങളിൽ എല്ലാറ്റിലും ഉപരിയായി കർത്താവിനെ സ്നേഹിക്കുവാൻ, കർത്താവിനെ പ്രിയപ്പെടുവാൻ ദൈവം നമ്മേവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മേവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.